പോലീസ് സംസാരിക്കുന്നതാണ്. ഈ വെളിയിൽ ബഹളം കേട്ടുകൊണ്ട് പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്ന് കാണും. ഡോറ് തുറന്നപ്പം കൊലപാതകി തള്ളി കയറി കാണും. ഇവർ രണ്ട് മുറിയിലാണ് കിടക്കുന്നത്. പുള്ളി വിസിറ്റേഴ്സ് കയറി ചെല്ലുന്ന വാദത്തിലും പുള്ളിക്കാരത്തി ബെഡ്റൂമിൽ. ഈ CCTV എവിടേക്കാണ്? അകത്താണുള്ള പുറത്തുണ്ടോ? അകത്തുണ്ട്, പുറത്തുണ്ട്. ഈ പട്ടിക്ക് എന്തെങ്കിലും കൊടുത്ത് മയക്കുന്ന സംശയം? പട്ടി ഇപ്പോഴും അനങ്ങുന്നില്ല. 2 പട്ടി ഉണ്ടായിരുന്നു, ഒരു പട്ടി മരിച്ചു. ഇപ്പോഴും അനങ്ങുന്നില്ല. ഇപ്പോഴും അനങ്ങുന്നില്ല. ഈ മരിച്ചത് ഇന്നലെ ഇപ്പൊ സമയം നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പൊ രാവിലെയാണ് നമ്മൾ അറിയുന്നത്. ഞാൻ രാവിലെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ പെൺകുട്ടി ബസ് കയറാനായിട്ട് ഇരിക്കുന്നു. ആ കുട്ടി കൈ കാണിച്ച് ഞാൻ നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഇവിടുത്തെ കൗൺസിലറാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് അകത്ത് കയറുന്നത്. അത് കഴിഞ്ഞ് എന്തോ അത് പോലീസ് നമ്മളോടൊന്നും പറയുന്നില്ല. അവരെടുത്തുണ്ട് CCTV കൊണ്ടുപോയി. അതൊന്നും പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. നമ്മളോടൊന്നും പറഞ്ഞു. കഴിഞ്ഞ കുറെ നാല് ദിവസം ബഹളം ഉണ്ടാക്കി പോലീസ് പിടിച്ചോണ്ട് പോയി റിമാൻഡ് ചെയ്താലും അത് പ്രശ്നം ഉണ്ടാക്കിയത് ഈ മൊബൈൽ മോഷ്ടിച്ചാലും ജോലി എന്ന് പറഞ്ഞു വിട്ടായിരുന്നു. മോഷണശ്രമം നടന്നിട്ടില്ലല്ലേ? ഇല്ലില്ല. സ്വർണ്ണമൊക്കെ പുള്ളിക്കാരി സ്വർണ്ണമൊക്കെ എന്തോ ഇല്ലില്ല. മോഷണശ്രമം നടന്നിട്ടില്ല. അല്ലല്ല, ഫ്രണ്ടിലത്തെ വാതിൽ കൂടിയൊക്കെ തന്നെയാണ്. അവിടെ ആ ഫ്രണ്ടിലത്തെ വാതിലാണ് അമ്മിക്കല്ല് ഇരിക്കുന്നത്. ആ അമ്മിക്കല്ല് അവിടെ തന്നെ നല്ല പൊസിഷൻ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹളം കേട്ടുകൊണ്ട് ചിലപ്പോൾ ഈ പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്നപ്പോൾ വെളിയിൽ നിന്ന് തള്ളി കയറിയതാകാം എന്നൊരു സംശയമുണ്ട്. കോടാലിയുണ്ട്. മുഖത്ത് നല്ല പോലുള്ള പരിക്കാണ്. നമുക്ക് അത്ര ക്രൂരമായ മറ്റായുധമൊന്നും കണ്ടില്ല. അമ്മിക്കൊല്ല് ഡോറിലും കോടാലി അകത്തും. അത് നല്ലപോലെ ഒരു ക്രിമിനൽ എന്ന് പറയുന്ന നമ്മുടെ സാധാരണക്കാർ ചെയ്യുന്ന ഒരു ക്രിമിനൽ നടപടിയല്ല. ശരിക്കും ഒരു പ്രൊഫഷണൽ ക്രിമിനലുടെ ലൈനിൽ തന്നെയാണ് നമുക്ക് ആ ബോഡി കാണുമ്പോൾ അറിയുന്നത്.